അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്ദില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുകൃതങ്ങളൊക്കെയും നമ്മിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർക്കശമായിട്ട് വിലക്കിയ ഒരു വിഭാഗമാണ് മുത്തബാരിയീൻ എന്നറിയപ്പെടുന്നൊരു വിഭാഗം. എന്ന് പറഞ്ഞാൽ ചില വിഭാഗത്തിൻ്റെ ക്ഷണം സ്വീകരിക്കരുത് എന്നും അവർ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുആമിൽ മുത്തബാരിയീൻ അയ്യുക്കൽ. ഈ വിഭാഗത്തിൻ്റെ ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയൊരു വിഭാഗം. ആരാണ് ഈ മുത്തബാരിയീൻ എന്നറിയപ്പെടുന്നവർ? പരസ്പരം പൊങ്ങച്ചത്തിനു വേണ്ടി, ആളുകളിൽ ആളാകാൻ വേണ്ടി, നാട്ടിൽ ഞാൻ വലിയ സൽക്കാരം ഉണ്ടാക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾക്കിടയിൽ ഒരു രൂപം വരുത്താൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾ, മത്സരിച്ച് ഭക്ഷണം നൽകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട് എങ്കിൽ അവരുടെ സദസ്സിലേക്ക് നിങ്ങൾ പോകരുത്, അവരുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ നീയത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു സ്വതക്ക എന്ന ഒരു നീയത്തിലല്ല അവരുടെ ഭക്ഷണം തയ്യാറാക്കലും മറ്റുമൊക്കെ നടക്കുന്നത്. മറിച്ച് ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് കാണിക്കാനാണ്. അതുകൊണ്ട് നീയത്ത് പിഴച്ചതുകൊണ്ട് ആ അമലിന് കൂലിയില്ല എന്ന് മാത്രമല്ല, അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ അത്തരത്തിലുള്ള മജ്ലിസിൽ പങ്കെടുക്കാതിരിക്കുന്നത് അവരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഒരു കാരണമാണ്. ആളുകൾ സദസ്സിലേക്ക് വരാതിരിക്കുമ്പോൾ, ക്ഷണിക്കപ്പെട്ട ആളുകളൊന്നും സദസ്സിലേക്ക് വരാതിരിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾ ഉൾവലിയാനും ആ പ്രവൃത്തിയിൽ നിന്ന് മാറി ചിന്തിക്കുവാനും സാധ്യതയുള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും തീരെ ആതിഥേയത്വ മര്യാദയൊന്നും പാലിക്കാതെയുള്ള പരിപാടികളാണ് സർവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ് ബൊഫെ രൂപമെന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആതിഥേയത്വ മര്യാദ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ആളുകൾ, ക്ഷണിക്കുന്ന ആളുകൾ, ക്ഷണിക്കപ്പെടുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോയി ഭക്ഷണം നൽകി അവരെ സൽക്കരിക്കുന്നതിനു പകരം യാചിക്കുന്നത് പോലെ, എരന്നു വാങ്ങുന്നത് പോലെ ക്യൂ നിന്നുകൊണ്ടൊക്കെ ഭക്ഷണം പോയി വാങ്ങി അവിടങ്ങളിലൊക്കെ അലസമായിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനമാണ് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില നല്ല സ്ഥലങ്ങളും ഉണ്ട്. എന്നിരുന്നാലും കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള ധൂർത്ത് മേഖലകളാണ് കൂടുതലും പരിപാടികൾക്കായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് എനിക്കൊരനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ പ്രായമുള്ള ആളുകളും അല്ലാത്ത ആളുകളും ചെറിയ കുട്ടികളും എല്ലാം ഒന്നിച്ച് ക്യൂ നിന്നുകൊണ്ട്, പ്ലേറ്റും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്യൂ നിന്ന് കുറേ സമയം ഇങ്ങനെ കാത്തു നിൽക്കുന്നൊരു സാഹചര്യമാണ് കണ്ടത്. ഇനി ഭക്ഷണം അവിടെ നിന്ന് വാങ്ങിയാലും എവിടെയെങ്കിലും പോയി ഇരുന്ന് കൈകളിലൊക്കെ ഭക്ഷണം വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിക്കുന്നൊരു സാഹചര്യം. അതൊക്കെ ഭക്ഷണത്തെ അപമാനിക്കുക എന്നതിനപ്പുറം മുഅ്മിനീങ്ങളായ ആളുകളെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന ഒരു കാര്യവും കൂടി അതിൽ കടക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി കൊണ്ട് ഒരിക്കലും പ്രതിഫലം ആഗ്രഹിക്കേണ്ടതില്ല. കാരണം ആതിഥേയത്വ മര്യാദ പാലിക്കാതെ, നീയത്ത് ശരിയാക്കാതെ ഉള്ള ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ അത് ചെയ്തത് കൊണ്ട് നമുക്കത് ഭവിഷ്യത്ത് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പെടുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പാലിക്കേണ്ട പല കടമകളുമുണ്ട്. പക്ഷേ ഇന്ന് സമ്പത്തിൻ്റെ മുന്നിൽ, ആഡംബരത്തിൻ്റെ മുന്നിൽ, പ്രൗഢിക്ക് മുന്നിൽ, വിദ്യാഭ്യാസത്തിൻ്റെ മുന്നിലൊക്കെ
പലരും പലരെയും ചെറുതാക്കുകയും വന്ന വഴി മറന്നുകൊണ്ട് പലതിനെയും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്തായിട്ട് നമുക്ക് നൽകുന്ന ഭക്ഷണം, അതിൽ ബറക്കത്ത് തേടുന്നതിന് പകരം ആവശ്യത്തിലധികം ഉണ്ടാക്കിയിട്ട് യാചകർക്ക് പോലും നൽകാതെ അത് വളരെ ലാഘവത്തോടുകൂടി വേസ്റ്റാക്കി കളയുന്ന പല പാർട്ടികളും നമുക്കറിയാം. അത്തരത്തിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഈ രൂപത്തിലാണ് നമ്മുടെ പരിപാടികളും ആഘോഷവേദികളുമൊക്കെ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഉറപ്പായും അത്തരത്തിലുള്ള ആളുകൾക്ക് പരീക്ഷണത്തിൻ്റെ കയ്പ് നീര് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം പരസ്പരം പൊങ്ങച്ചത്തിനു വേണ്ടി മത്സരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവരെ നിരുത്സാഹപ്പെടുത്തണമെന്നും അവർ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് വലിയ പാഠമുണ്ട്. അന്നത്തെ ആ വാക്കും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പരിപാടികളുടെ രൂപവും തമ്മിൽ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ മനസ്സിലാക്കി ഖൈറാത്തുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ ദിശാബോധം നിർണയിച്ചുകൊണ്ട് നല്ല രീതിയിൽ സുഹൃതങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.